പേര് മുനീർ, വയനാട് ജില്ലയിലാണ്. അപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന്റെ മുമ്പ് വയനാട് ജില്ലയിൽ മുട്ടിലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിനകത്ത് അറിയുന്ന ആളുകളുണ്ടോ, മുട്ടിലുകാരുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 11 വർഷക്കാലം ലോറി ഡ്രൈവറും, സ്വന്തമായിട്ട് ലോറി ഉണ്ടായിരുന്നു, സ്വന്തം കച്ചവടം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതെല്ലാം ഒരു ചെറിയൊരു സ്ട്രഗിളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഇറങ്ങി. അതിനകത്ത് വയനാട് ജില്ലയിലെ റിയൽ എസ്റ്റേറ്റിന്റെ അസോസിയേഷനിലെ സെക്രട്ടറിയും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരിക്കുന്ന, അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്ഥല കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ബിസിനസ് കേൾക്കുന്നത്. അപ്പൊ ഇതൊരു ബിസിനസ് ആണെന്ന് കരുതിയിട്ടോ അതല്ലെങ്കിൽ ഇതിനകത്ത് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ആ ഒരു ധാരണയിലൊന്നും അല്ല ഇതിലേക്ക് വന്നത്. വരുമ്പോഴ് സ്ഥല കച്ചവടം ചെയ്യുന്ന ഒരു സമയത്ത് സ്ഥലം എടുക്കാൻ വന്ന വ്യക്തികളിൽ അവരെന്റെ കൂടെയുള്ള വ്യക്തിയോട്, എന്റെ ഒരു പാർട്ട്ണറാണ് ശശിയേട്ടൻ എന്ന് പറയുന്നത്, ശശിയേട്ടനോട് ഇങ്ങനെ എന്തോ ഒരു ബിസിനസ് പറയുന്നുണ്ട്, ശശിയേട്ടൻ പറ്റില്ല എന്ന് അറിയുന്നുണ്ട്. അപ്പൊ പറ്റില്ല എന്ന് പറയുമ്പോൾ, നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ശശിയേട്ടൻ സംഭവം? കച്ചവടമാണെങ്കിൽ പറ, കമ്മീഷൻ എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ അറിയാതെ നിങ്ങളൊരു കച്ചവടം ചെയ്യുമ്പോൾ എനിക്ക് അതൊരു വിഷമാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞ ഏതല്ല, ഇത് നമുക്ക് പറ്റാത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും കാര്യം എന്നോട് പറയാറ്. അപ്പൊ അവരെന്നോട് കാര്യം അവതരിപ്പിച്ചു. കേട്ടപ്പോഴ് ഏകദേശം ഒരു മണിച്ചേരി, നമുക്ക് നല്ല താല്പര്യമില്ലാത്തൊരു കേസ് കേട്ട് കുറെ പോലീസ് കേസും ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മണിച്ച സംഭവമാണ് കേട്ടപ്പോ എനിക്ക് തോന്നിയത്. പക്ഷെ ശശിയേട്ടനെ പോലെ ഞാനും അത് വേണ്ട, അല്ലെങ്കിൽ നടക്കില്ല, അല്ലെ ഇതിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെടുക്കാൻ വന്ന സ്ഥലം എടുക്കാതെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടേണ്ട 1,20,000 രൂപ കമ്മീഷൻ കിട്ടുന്ന ഒരു കച്ചവടം കൊണ്ടാണ് അവർ വന്നത്. ആ കച്ചവടം നടക്കാതാവോ എന്ന് ഭയന്നിട്ടാണ് യഥാർത്ഥത്തില് ഞങ്ങൾ പ്രോഗ്രാം കേട്ട് നോക്കട്ടെ, പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്, അതല്ലെങ്കിൽ ആളെ ചേർക്കുന്നതല്ലേ, അപ്പൊ ഇതിന് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയാം. ആ ഒരു സമയം കൊണ്ട്, ഒരു പ്രോഗ്രാമിന്റെ സമയം കൊണ്ട് ഇവരെന്ത് ചെയ്തോളും, ആ സ്ഥലമൊക്കെ കണ്ട് രജിസ്ട്രേഷനൊക്കെ നടന്ന് ഞങ്ങളെ കമ്മീഷനെ കിട്ടി ഗുഡ് ബൈ പറയാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയത്. പക്ഷെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ ടൗണിൽ വന്ന് ഞങ്ങൾ പിരിക്കുന്ന സമയത്ത് വെറുതെ ഒരാളോട് തമാശക്ക് പറഞ്ഞ, നിങ്ങൾ ഇങ്ങനെ മോഡിക്കാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണ്ട, ഒരു കമ്പനി അതാ വന്നിരിക്കുന്നത്, വേണമെങ്കിൽ കേട്ടോ, അതൊക്കെ ചെയ്ത് വിജയിക്കാൻ നോക്കുന്നത് തമാശ, അയാളെ പരിഹസിക്കാനുള്ള രീതിയിൽ അയാൾ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, അവരൊന്ന് എന്റെ അടുത്ത് ഇരുത്തിക്കൊണ്ട, ഞാൻ അവരെ കൊണ്ട് എന്റെ കമ്പനി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, അവരെന്റെ കൂടെ വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ചാലഞ്ചിന് അവരെടുത്ത് കൊണ്ടുപോയി അവരെ ഒന്നിച്ച് ഇരുത്തി കൊടുത്തു. ഞാൻ പ്രോഗ്രാമിന്റെ പ്ലാൻ കേൾക്കാൻ ഒന്നും നിന്നിട്ടില്ല, അവരെ ഇരുത്തി കൊടുത്ത് ഞാൻ പോന്നു. ഒരുപാട് വർഷം ആ ഒരു കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ച് എന്നെ അതിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി അത് മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഈ മൈനസ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി വിളിച്ചു പറയാണ്. മാത്രമല്ല അദ്ദേഹം അവിടെ ഒരു ലീഡറാണ്, അദ്ദേഹത്തിന്റെ കൂടെ നിന്നാൽ നിങ്ങൾ വിജയിക്കൂട്ടോ, നിങ്ങൾ അവരുടെ കൂടെ നിന്നോ, അയാൾ അത് എന്നെ സംബന്ധിച്ച് വല്ലാത്ത സ്ട്രൈക്ക് ചെയ്ത വിഷയമായിരുന്നു. കാരണം ഇത്രയും കാലം ഏതൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് അതിന്റെ ജീവിതം അത് എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഒരു ദിവസം ഈ ഒരു പ്ലാന് കേട്ടപ്പോൾ അവിടെ 1,00,000 രൂപയോളം പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ട്, അത്ര ടീമൊക്കെ വെച്ച് അത്ര കറക്റ്റായി ചെയ്യുന്ന ഒരു വ്യക്തി അത് ഒഴിവാക്കി ഇതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. എന്നാ പിന്നെ എന്തായാലും ആ പ്രോഗ്രാം ഒന്ന് കേട്ടു നോക്കാം എന്ന് കരുതി പ്രോഗ്രാമിന് പോയി. ആ പ്രോഗ്രാമിൽ അവിടെ കേട്ട കുറച്ച് പ്രൊഡക്റ്റുകളുടെ റിസൾട്ട്, അതിനകത്തൊരു ലേഡി കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്റെ മുട്ടിലെ വേദന മാറിയത് ഇതിനകത്തുള്ള ചാമ്പി തൈലം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ അതാരും പഠിപ്പിച്ചൊരു കാര്യമൊന്നുമല്ല, അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ഞാൻ ചാമ്പി തൈലം മേടിച്ചു. കാരണം എനിക്ക് ഫോം എല്ലാം തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കി, അതൊക്കെ ചുരുട്ടി വീട്ടിൽ എവിടെയോ കളഞ്ഞിട്ടാണ് പോയത്. പോകുന്നതിന് ഉദ്ദേശം അറിയാനോ, അതിനകത്ത് പ്രൊഡക്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ ജോയിൻ ചെയ്യാനോ ഒന്നുമല്ല. അങ്ങനെ പോയ സമയത്ത് അവിടുന്ന് ഇത് കേട്ടപ്പോൾ അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാന്ന് കരുതി ആ പ്രൊഡക്റ്റ് അവിടുന്ന് ഒരു ചാമ്പിത്തൈലും പിന്നെ കുറച്ച് സോപ്പ്, പേസ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ 1,000 രൂപയുടെ സാധനം ഞാനും എടുത്തു, 1,000 രൂപയുടെ സാധനം എന്റെ സുഹൃത്തിനും മേടിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ എടുത്തു വരുന്നത്. ആ എടുത്തു വന്ന ചാമ്പി തൈലം എന്റെ അമ്മായിക്ക് കൊടുത്തു മുട്ടുവേദനയ്ക്ക്. പക്ഷെ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന, ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുള്ള മുട്ടുവേദന, ഈ ഒരു മുട്ടുവേദനയ്ക്ക് ഈ തൈലം പുരട്ടി കഴിഞ്ഞപ്പോൾ അമ്മായിക്ക് ഉണ്ടായിരുന്ന മാറ്റം. കാരണം അവിടുന്ന് വന്ന് കിച്ചണിൽ കയറി വന്നു കഴിഞ്ഞാൽ ഹാളിൽ ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം ബെഡിൽ പോയി കാല് നീട്ടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു അമ്മായിനെ എനിക്കറിയാം. ആ അമ്മായി അവിടുന്ന് നടന്ന് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു തൈലത്തിന്റെ റിസൾട്ട് ആണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് കുറെ പേരിലേക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. ഇങ്ങനെ
കുറച്ച് പ്രൊഡക്റ്റുകൾ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത്, കാരണം തൈലത്തിന് റിസൾട്ട് ഉണ്ട്, പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ തൈലത്തിന് മുട്ടുവേദന മാറാൻ ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ആ തൈലം മറ്റുള്ളവർ മുട്ടുവേദന മാറട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, തൈലം കൊടുത്തത്. അപ്പോഴും ഞാൻ നെറ്റ്വർക്കിന്റെ ഭാഗമാകാനോ ബിസിനസ്സിലേക്ക് വരാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ തൈലം കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്ക് മാറ്റം കിട്ടി. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും സാധനം പോയിട്ട് എടുക്കുന്നു കൊടുക്കുന്നു ഇങ്ങനെ കണ്ടപ്പോൾ എന്റെ ലീഡേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു തായ്ലൻഡ് ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു, ടൂറൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി തായ്ലൻഡ് ആ ഒരു ട്രിപ്പ് കമ്പനി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം കേൾക്കാൻ പോകുന്നത്. ആ ഒരു പ്രോഗ്രാം കേട്ട് കഴിഞ്ഞ് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ലീഡേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ, കാരണം പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടു, റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് അടുത്ത ആളുകൾക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 11 വർഷക്കാലം ലോറി കൊണ്ട് നടന്ന് സ്വന്തം ലോറി സ്വന്തം ലോഡൊക്കെ ആയിട്ട് നടന്നിട്ട് താജ്മഹൽ ഒന്ന് കാണാൻ പോകണം എന്ന് വിചാരിച്ചിട്ട് സാധിക്കാത്ത എനിക്ക്, കാരണം സമയം ഉണ്ടാകുമ്പോൾ പണം ഉണ്ടാവില്ല, പണമൊക്കെ സെറ്റായി വരുമ്പോൾ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ട്, അല്ലെങ്കിൽ പല ഇഷ്യൂസ് പോകാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റാമ്പി തൈലും പേസ്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്. അന്ന് ലീഡേഴ്സ് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ലിസ്റ്റ് ഇട് നിങ്ങൾ, അവരെ കാണാൻ ഞങ്ങൾ വരാം, അവരെ കണ്ട് നമുക്ക് സംസാരിച്ച് അവര് ബിസിനസിന്റെ ഭാഗമാക്കാം എന്ന് പറഞ്ഞു. ഇങ്ങനെ ലിസ്റ്റ് ഇട്ടു. അതേപോലെ എന്റെ കൂടെ ആദ്യം സംസാരിച്ച് വന്നിരുന്ന മറ്റൊരു നെറ്റ്വർക്കിൽ നിന്ന് ഇതിലേക്ക് വന്ന നാസർ സാറൊക്കെ എന്ത് ചെയ്തു, അവരൊക്കെ ശക്തമായിട്ട് അവരും ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യണം എന്നുള്ള പ്ലാനിൽ നിന്നു. ഇതേ സമയത്ത് ആംബെ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, ദിലീപ് കുര്യൻ എന്ന് പറയുന്ന എന്റെ ഒരു ഇന്നത്തെ STC ലീഡർ, അദ്ദേഹം എന്റെ ബ്ലഡിൽ ആംബെയാണ് ഒഴുകുന്നത്, ഇതില്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ എന്റെ ലീഡർ സന്തോഷ് സാറോട് പറയുകയും, സന്തോഷ് സാർ ഈ കമ്പനിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നുള്ള കണ്ടീഷനിലാണ് അദ്ദേഹത്തിന് ബിസിനസ് പറഞ്ഞു കൊടുത്തത്. ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇത് ചെയ്യില്ല, പക്ഷെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഞാൻ എടുത്തോളാം പറഞ്ഞു. പിന്നെ പുള്ളി കുറേശ്ശെ കമ്പനിയുടെ ഓരോ കാര്യങ്ങൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കമ്പനി ലീഗലാണ് എന്ന് എനിക്ക് ബോധ്യമാണ്, അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പറയണ്ട, കാരണം ലീഗൽ ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ കഴിയുള്ളൂ, അതാണ് അതിന്റെ നിയമം, അങ്ങനെ വരുള്ളൂ. അത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. ആ ഒരു പ്രൊഡക്റ്റിന്റെ വില എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ പേസ്റ്റിനൊക്കെ വില വരുമ്പോൾ അത്രയും വില ഉള്ളൂ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്ര വില കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ എത്ര ബിസിനസ് വോളിയം കൊടുക്കുന്നു ചോദിക്കുമ്പോൾ അതിന്റെ 75% ബിസിനസ് വോളിയം കൊടുക്കുന്നുണ്ട്, 75% ബിസിനസ് വോളിയം കൊടുക്കുന്നുണ്ട്, എന്നാൽ പിന്നെ വരുമാനം 12%. പുള്ളി അതുവരെ പുറകോട്ടിരുന്ന പുള്ളി കുറച്ച് ആഞ്ഞിരുന്നത് കൃത്യമായി കേട്ടു. അങ്ങനെ ഒരു വ്യക്തി വന്ന് ആ വ്യക്തിയും നാസർ സാറും എല്ലാവരും ഒരു തായ്ലൻഡ് ട്രിപ്പിന് വേണ്ടി ശക്തമായി ഓടിയപ്പോൾ അവിടെ ചെറിയ ടീം ക്രിയേറ്റ് ചെയ്യും. ആ ടീമിലൂടെ ആ ടീം ഒത്തുപിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ബാക്കി വന്നിരുന്ന ആ 1.5 മാസം കൊണ്ട് ആ കമ്പനിയുടെ തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കമ്പനിയുടെ തായ്ലൻഡ് ട്രിപ്പൊക്കെ വിൻ അപ്പോഴും എന്റെ ഉള്ളിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ഇപ്പൊ ഇവരെ കൂടെ നിന്നു, തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു, അതിനെ കുറിച്ച് പറഞ്ഞു തന്നു. ആ തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്തതിന്റെ ശേഷം ഉടനടി കൊണ്ടുപോകുന്നില്ല, ചെറിയൊരു കാലതാമസം ഉണ്ട്. കമ്പനി കൊണ്ടുപോകാൻ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകുള്ളൂ, ടോട്ടൽ എല്ലാ ടോട്ടൽ ലിസ്റ്റ് എടുത്തിട്ടാ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയം വരെ നിന്നിട്ടില്ലെങ്കിൽ, എന്നെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും അതുവരെ ഈ ബിസിനസ് നിന്നേക്കാം എന്നുള്ള കണ്ടീഷനിൽ നിന്നു. ആ സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ആപ്പിനകത്ത് 36,000 രൂപ വരുമാനം കണ്ടു. ഇത് ലീഡേഴ്സ് കാണിച്ചു തരുമ്പോൾ ഇതൊന്നും എന്റെ അക്കൗണ്ടിലേക്ക് വരുമൊന്നുമില്ല, ഇതൊക്കെ ഇവർ ആപ്പിൽ ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു വിശ്വാസമൊക്കെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കൃത്യമായിട്ട് NEFT ആയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് 36,000 രൂപ ആഴ്ച വരുമാനം വരികയും, അത് കഴിഞ്ഞപ്പോഴേക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അതിനകത്ത് 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതോടൊപ്പം തന്നെ എന്നെ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പോൾ ടീം കൊണ്ടേർ റാങ്കിൽ വിളിക്കുന്നു, പൊന്നാട ഇട്ട് തരുന്നു, മൊമെന്റോ തരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴ് ഞാൻ ചിന്തിച്ചത്, ഇത്രയും വർഷം ലോറിയുടെ പുറകെ നടന്നിട്ട് ആരും ആദരിക്കാനുണ്ടായിട്ടില്ല. 24 മണിക്കൂറും എന്ന രീതിയിൽ, കാരണം ലോറി ജീവിതകാലം 24 hours ആണ്. രാവും പകലും ലോറി ഓടിച്ച് നടന്നിട്ട് ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസമുണ്ട്, വണ്ടിക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവിടെ ഒരു ആദരം കിട്ടുകയോ അതല്ലെങ്കിൽ എന്റെ ക്യാഷ് കൊടുത്തിട്ട് ഞാൻ എനിക്കൊരു ഇൻഷുറൻസ് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇതെല്ലാം കമ്പനി ഫ്രീ ആയിട്ട് തന്നു. ഒരാഴ്ച വരുമാനം 36,000 രൂപ ബാലൻസ് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് 2 ലോറി വെച്ച് അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞാലും മാസത്തിൽ ഒരു 60,000 രൂപയ്ക്ക് ഒന്നൊന്ന് ബാലൻസ് ഉണ്ട്. മറ്റൊരു ലോറിയിൽ അത് കൂടുതൽ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് ഒരു ആക്സിഡന്റ് ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത്രയൊന്നും റിസ്ക് ഇല്ലാതെ ഇങ്ങനെ കിട്ടും എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. അങ്ങനെ ഏറ്റെടുത്തു.
ആ ഒരു രീതിയിൽ മെല്ലെ മെല്ലെ ബിസിനസ്സിലേക്ക് വന്നു. അങ്ങനെ തായ്ലൻഡ് ട്രിപ്പ് വരുമാനം കിട്ടി പല സ്ഥലത്താക്കുമ്പോൾ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചത് സ്വന്തമായിട്ട് ലോറി എല്ലാം വെച്ച് ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് പണി എടുക്കുമ്പോൾ കിട്ടാത്ത വരുമാനം, കാരണം അവിടെ അത്രയും റിസ്ക് എടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, ആഴ്ചയിൽ 36,000 രൂപയ്ക്ക് ഇവിടെ വരുമാനം ഇത് കൊടുത്തുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ഞാൻ എന്തിന് ആ ഒരു മേഖലയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ആ മേഖലയ്ക്ക് ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം കരിയറായിട്ട് മൈലേജ് മാർക്കറ്റിംഗ് ഏറ്റെടുക്കാൻ ഉണ്ടായത്. ഇങ്ങനെയാണ് ഞാൻ മൈലേജിലേക്ക് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ അച്ചീവ്മെന്റ് എന്ന് പറയാൻ കഴിയുന്നത് ഏറ്റവും തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്തതോ ഒന്നുമല്ല. കാരണം ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ മേഖലയൊക്കെ നിന്നെങ്കിലും ഇതിൽ വന്നതിന് ശേഷമാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എന്താണ് എന്ന് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്ന, ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നതും അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുന്നതും ഇങ്ങനെ വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു പ്രോഗ്രാമിന് പോയ സമയത്താണ് അവിടുന്ന് കവാജപ്രാശി എന്ന് പറയുന്ന ലേഹ്യം കഴിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം, ഒരു ലീഡർ, ഒരു STC ലീഡർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ അമ്മയ്ക്ക് കിട്ടിയ ഒരു അനുഭവം പറഞ്ഞപ്പോൾ ഒരുപാട് കാലമായിട്ട് അസുഖമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഉമ്മയ്ക്കും ഈ ഒരു പ്രൊഡക്റ്റ് കവചപ്രാവശ്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ഒരു കവചപ്രാവശ്യം പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ഉമ്മാക്ക് കൊണ്ട് കൊടുത്തു. ഉമ്മാക്ക് ചില മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ലീഡർ സന്തോഷ് സാറോട് പറഞ്ഞു, സാറേ കവചപ്രാവശ്യം കൊടുത്തിട്ട് ഉമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, അത് നല്ല റിസൾട്ട് ഉണ്ട് സാറേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നോട്, ഉമ്മയ്ക്ക് എന്താ സാർ ആക്ച്വലി എന്താ പ്രോബ്ലം എന്താന്ന് ചോദിച്ചു. ഞാൻ ഉമ്മയ്ക്ക് കുറെ കാലമായിട്ട് ആസ്മ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മയുടെ ആസ്മ എന്ന് പറയുന്നത് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ ഉമ്മയ്ക്ക് ആസ്മ ഉണ്ട്. അന്നത്തേക്ക് ഒരു ഇന്നുള്ള വീടല്ലായിരുന്നു, അന്ന് പാടവരമ്പത്ത് കൂടെ പോയിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ നിന്ന് തണുപ്പും അവിടുത്തെ ആസ്മയും മഴക്കാലൊക്കെ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് വരുന്ന സമയത്ത് ആസ്മ അധികമായി വല്ലാതെ കൂടുന്ന സമയത്ത് ഈ നെല്ല് വെക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ചളിയുള്ള വരമ്പ് കൂടെ വല്ലതും നടന്ന് ചെറിയൊരു കയറ്റം കയറി റോട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എൻ്റെ ഒരു ഉമ്മാന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ കൊണ്ടുപോകാൻ അവിടെ വന്നാലും വണ്ടി കിട്ടുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ 7ാം ക്ലാസ്സിന് ടീച്ചർ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞു. കാരണം പലപ്പോഴും ഹോസ്പിറ്റലിൽ കൂടെ അങ്ങനെ ഉപ്പാക്ക് ഹോട്ടൽ കച്ചവടമാണ്, ഇട്ടെറിഞ്ഞ് ഓടി വരാൻ പറ്റില്ല, കൊണ്ടുപോകാൻ മറ്റൊരാളില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു ഡോക്ടറായ ബെസ്റ്റ് നല്ല ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എൻ്റെ ഉമ്മാക്ക് കൊടുക്കാനോ എന്നുള്ള ചിന്തയാണ് ഒരു ടീച്ചർ എന്നോട് എന്താവണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നത് ഡോക്ടർ ആവണം എന്ന് പറയാൻ. ഞാൻ ആ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ആരൊക്കെ ഡോക്ടർ ഉള്ളത്, നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ ഇവിടെ നല്ല ക്യാഷുകാര്, നമ്മുടെ നാട്ടിൽ ഇവിടെ നല്ല നീലിക്കണ്ടി കൊളോടെ ഇങ്ങനെയുള്ള ഫാമിലിയുള്ള ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ഹോട്ടലിൽ ചായ എടുത്തോണ്ടിരിക്കുന്ന എൻ്റെ ഉപ്പാക്ക് എന്നെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ എന്നിൽ വരും. പഠനം ഉഴപ്പിയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്, ലോറി ഫീൽഡിലേക്കൊക്കെ മാറാനുള്ള കാരണം ഉണ്ടായത്. പക്ഷെ ഇത്രയും ആസ്മ ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് മാറി 10-25 വർഷം പഴക്കമുള്ള ആസ്മയുള്ള ഉമ്മ. ആ ഉമ്മയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയി ചെന്നിരുന്നപ്പോഴേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പോലും ഇരുന്നിട്ട് പറഞ്ഞത് ഇനി മെഡിസിൻ കൊടുക്കേണ്ട, കാരണം മെഡിസിൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഇനി വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പൂച്ചയുണ്ട്, കോഴിയുണ്ട്, അതൊന്നും വേണ്ട, അലർജിയാണ്, അതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആസ്മ മാറുന്നത്, അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അവസ്ഥ സെയിം സിറ്റുവേഷൻ തന്നെ ആയിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കവചപ്രാവശ്യം കൊടുക്കുന്നതും സന്തോഷ് സാറോട് ചോദിക്കുന്നതും. സന്തോഷ് സാറ് പറഞ്ഞു, സാറേ അതിനൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, ആയുഷ്വാസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്, ലെൻസിലുള്ള കഫത്തിനും കൂടി പുറം തള്ളിയിട്ട് നല്ല റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ് ആണ്, അതാണ് മകൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആയുഷ്വാസ് കൊടുത്തു. ആശ്വാസം കൊടുത്തു, കുറെ ആശ്വാസമായി. ആ ഒരു ആസ്മയ്ക്ക് കുറച്ച് കുറവൊക്കെ വന്നു. പിന്നീട് ട്രെയിനിങ്ങിനകത്ത് പോയപ്പോൾ അതിനകത്ത് 95 കുറിച്ച് പറയും, ബ്ലഡിലെ ഓക്സിജൻ വാടിക്ക് അബ്സർവേഷൻ കപ്പാസിറ്റി കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, വേൾഡിലെ നമ്പർ 1 ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇത്, ബ്ലഡിൽ ഓക്സിജൻ കൂട്ടുന്നതിന് ഭാഗമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ആ ട്രെയിനിങ്ങിന്റെ ഇടയിൽ പറഞ്ഞു, ചില ആളുകൾക്ക് പുറം വേദന വരുന്നത് ബ്ലഡിൽ ഓക്സിജൻ കുറയുമ്പോഴാണ്. അതിന് നിങ്ങൾ കുറെ തൈലം പുരട്ടി കൊടുത്തിട്ടോ നോവേദന ക്യാപ്സൂൾ കൊടുത്തോണ്ടോ ഒന്നും പോകുന്നില്ല. ആ ബ്ലഡിൽ ഓക്സിജൻ ക്ലിയർ ആയിട്ട് വരുമ്പോഴാണ് അവർക്ക് ആ പുറം വേദന പോവുകയുള്ളൂ. അത് ആസ്മ രോഗികളിലൊക്കെ ഉണ്ടാകുമെന്നപ്പോൾ ഞാൻ ചിന്തിച്ചത്, എൻ്റെ ഉമ്മക്ക് പുറം വേദനയായിട്ട് കിടക്കാൻ കഴിയില്ല, ഒരുപാട് സമയം ഞങ്ങൾ പുറം ഒഴിഞ്ഞു കൊടുത്തൊക്കെ ഇരുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ആസ്മയുടെ കാരണമായിരിക്കും ഉമ്മാന്റെ പുറം വേദന. അങ്ങനെ ഞാൻ 95 കൊടുത്തു. ആ 95 കൂടെ കൊടുത്തു കഴിയുമ്പോൾ അസാധ്യമായിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. അസാധ്യമായ റിസൾട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ അങ്ങനെ ഒരു കിടന്നുകൊണ്ടിരുന്ന ഉമ്മക്ക് എഴുന്നേറ്റ് നടക്കാനും എല്ലാം ചെയ്യാനും കഴിഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിനകത്ത് ഉമ്മാന്റെ റൂമിലുള്ള ബാത്റൂമിനകത്തുള്ള ബാത്റൂമിൽ പോയിട്ട് ടാപ്പ് തുറന്നിട്ട് ആ പച്ചവെള്ളത്തിൽ ഒന്നും എടുത്ത് നിസ്കരിക്കാൻ കഴിയാത്ത എൻ്റെ ഉമ്മ.
ചൂടുവെള്ളം എന്റെ വൈഫ് കൊണ്ടു കൊടുക്കണം. അതും ഞങ്ങൾ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പിച്ചളത്തിന്റെ വലിയ കിണ്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചായിരുന്നു അന്ന് ഓത് കൊടുത്തെങ്കിൽ അതിനൊന്നും പറ്റാതെ ഞങ്ങൾ പശുവിനെ പോറ്റി നിന്ന സമയത്ത് ഉണ്ടായിരുന്ന 2 ലിറ്ററിന്റെ പാലിന്റെ ചെറിയ പാത്രമുണ്ട്, വെയിറ്റ് കുറഞ്ഞ്. ആ തൂക്കുപാത്രത്തിൽ കിച്ചണിൽ നിന്ന് വെള്ളം എടുത്ത് ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒന്നും എടുക്കാൻ പോലും കഴിയാത്ത എന്റെ ഉമ്മയ്ക്ക് ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ സംസാരിച്ച് അടുക്കളയിൽ ഇരുന്ന് ഉമ്മാനെ നിസ്കാരത്തിലൊക്കെ നേരം വൈകുന്ന സമയത്ത് ഉമ്മ വിളിക്കാൻ കഴിയില്ല, ശ്വാസമായിട്ട് കിടക്കുന്ന ഉമ്മക്ക് ഒച്ചത്തിൽ വിളിക്കാൻ കഴിയില്ല. അടുക്കളയുടെ എടുത്ത് വന്നിട്ട് ആ വാതിലിന്റെ മുകളിൽ കൈയും വെച്ച് 2 കണ്ണിലും വെള്ളം നിറച്ചുകൊണ്ട് ആ കിതച്ചുകൊണ്ട് സങ്കടത്താൽ എന്റെ നിസ്കാരം കളയല്ലോ, നിങ്ങൾ കഥ പറഞ്ഞ് വെള്ളം കൊണ്ട് അത്ര വിഷമിച്ചിരിക്കുന്ന എന്റെ ഒരു ഉമ്മയായിരുന്നു. ആ ഉമ്മ ഇന്ന് എന്റെ മക്കളെ കുളിപ്പിക്കാൻ ബക്കറ്റ് ചൂടുവെള്ളം എടുത്ത് ഓടി പോകുന്നത് കാണുമ്പോഴേ ആ ഒരു സിറ്റുവേഷൻ ഓർക്കുമ്പോ അവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്കൂളിൽ പഠിക്കുമ്പോൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടന്നിട്ടില്ലെങ്കിൽ ഡോക്ടർമാര് മെഡിക്കൽ കോളേജ് പ്രൊഫസർമാർ റൗണ്ട് ഇരുന്നിട്ട് അവര് പറഞ്ഞ കാര്യമാണ്, ഇത് മെഡിസിൻ ഇനി കൊടുക്കണ്ട, ഇനി വീട്ടിൽ വല്ല വളർത്തുമൃഗങ്ങൾ ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞെടുത്തുനിന്ന് അതേ ഉമ്മക്ക് ഇന്ന് കോഴിയുമുണ്ട്, പൂച്ചകളുമുണ്ട്, എന്റെ കുട്ടികളെ കുളിപ്പിക്കാൻ ഓടുന്നുമുണ്ട്, അത്യാവശ്യം പച്ചക്കറി നടുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇതാണ് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്, എന്റെ ഉമ്മക്ക് കിട്ടിയ ആശ്വാസം. അത് മാത്രമല്ല, ഞാൻ സ്റ്റേറ്റിംഗ് കോർഡിനേറ്റർ റാങ്കിലേക്ക് വന്ന സമയത്ത് 500 പേരടങ്ങുന്ന, കാരണം ഞാൻ മാത്രമല്ല നമ്മുടെ ടീമിന്റെ ഒത്തിരി ആളുകൾ റാങ്ക് മാറി വന്ന ആ ഒരു ഫംഗ്ഷൻ വെച്ചപ്പോൾ 500 പേരടങ്ങുന്ന ആ ഒരു വേദിക്കകത്ത് എന്റെ ഉമ്മാനെ കയറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു പൊന്നാട എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ ഉമ്മയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ പൊന്നാട തരുന്ന ഒരു നിമിഷം, ആ നിമിഷവും പോയിട്ട് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെക്കായി ഒരുപാട് പണമുള്ള ആളുകളുണ്ട്, പക്ഷെ അവരെ ഉമ്മയൊക്കെ അവർ അടുക്കളയിലാണ് എന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മാനെ ഇങ്ങനെയുള്ള ഒരു വേദി കൊടുത്ത് നിങ്ങളുടെ മകൻ ഇങ്ങനെ വിജയിച്ചിരിക്കുന്നത് ആ അഭിമാനത്തോടെ ആ നിറഞ്ഞ പുഞ്ചിരിയുടെ ആ മൊമെന്റോ മേടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊറ്റ കാര്യം മൈഗ്രേഷനിലെ പവറാണ്. ഇത് എന്റെ കഴിവുകൊണ്ട് വന്നതല്ല, അസാധ്യ റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ്. നല്ല ലീഡേഴ്സ് ആണ്. എനിക്ക് ഒന്നും അറിയാത്ത സമയത്ത്, പ്രൊഡക്റ്റിനെ അറിയാത്ത സമയത്ത്, ഈ കമ്പനി എങ്ങനെ ബിസിനസ് എങ്ങനെയാണ് അറിയാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്തത്. അന്ന് ഞാനല്ല സംസാരിച്ച്, എനിക്ക് വേണ്ടി എന്റെ ലീഡേഴ്സ് ആണ് സംസാരിച്ചത്. ഈ അച്ചീവ്മെന്റ് കൊണ്ടു തന്നത് എന്റെ ഒറ്റ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ എന്റെ ലിസ്റ്റ് കൊണ്ട് മാത്രമല്ല, എന്റെ കൂടെ വന്നവർ ലിസ്റ്റ് ഇട്ട് അതേ രീതിയിൽ പ്രവർത്തിച്ചപ്പോഴേ അവിടെ കിട്ടിയ നേട്ടമാണ്. ഈ നേട്ടം എന്റെ കുടുംബത്തിൽ അതേപോലെ തന്നെ എന്റെ അനുജന് യൂറിക് ആസിഡ് കൊണ്ട് കാല് നിരത്തി വെക്കാൻ പറ്റാത്ത അനുജന് അവന് റിസൾട്ട് കിട്ടി. എന്റെ ഉമ്മാന്റെ അനുജത്തിക്ക് യൂറിക് ആസിഡ് ആയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, പോവാത്ത ഹോസ്പിറ്റലില്ല, അവിടെ നമ്മൾ യൂറിക് ഫ്ലഷ് എല്ലാം ഉപയോഗിച്ചിട്ട് അവിടെ റിസൾട്ട് കിട്ടി. ഇങ്ങനെ ഒത്തിരി 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 റിസൾട്ടുകൾ ഈ പ്രൊഡക്റ്റിന്റെ ഭാഗമായി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് ദൈവം നമ്മുടെ കയ്യിൽ ഒരു നിമിത്തമായിട്ട് കൊണ്ടുതന്നതാണ്, ഒരുപാട് പേർക്ക് ആശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ MBBS ഡോക്ടറോ സ്കൂളിൽ പഠിക്കുകയോ ഒന്നും വേണ്ട. ഇതിനെക്കുറിച്ച് മറ്റുള്ളവർക്കും ആശ്വാസം കിട്ടണം, മറ്റുള്ളവർക്കും വരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടി. ഈ റിസൾട്ടുകൾ, നമുക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവർക്കും കിട്ടാൻ ആഗ്രഹിക്കുക. എന്റെ വീട്ടിൽ കിട്ടിയപ്പോഴേ, എന്റെ അമ്മായിയുടെ മുട്ടുവേദന മാറിയപ്പോഴേ ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്താൽ അവരുടെ പ്രയാസങ്ങൾ മാറുമല്ലോ. തുടക്ക സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത്, ഫസ്റ്റ് തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആ ഒരു സമയത്ത് റീറ്റെയിൽ പ്രോഫിറ്റ് എന്നൊരു സംഭവം ഞാൻ മേടിച്ചിട്ടില്ല, കാരണം ഞാനൊരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ രാവിലെ ടൗണിൽ പോയിട്ട് കുറച്ച് പ്രൊഡക്റ്റുമായിട്ട് പോകുന്ന സമയത്ത് എന്റെ ഉപ്പാന്റെ സുഹൃത്ത്, അദ്ദേഹം മീൻ കച്ചവടം ചെയ്യുന്ന ആളാണ്, മുട്ടിൽ തന്നെ ഉള്ളതാണ്, അലി എന്നാണ് പേര്, ആർക്കും അന്വേഷിച്ച് അറിയാവുന്ന. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ, ഇതെന്താ നീ കൊണ്ടുപോകുന്നത്, മരുന്ന് കച്ചവടം ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിസ്റ്റാണ്, ഇങ്ങനെ കമ്പനിയാണ്, ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്. അത്യാവശ്യം ലോറി ഓടുന്നുണ്ട്, കുഴപ്പമില്ല പോകുന്നില്ലേ, ഇനി വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് പറയുന്നത് എന്റെ ഉപ്പാന്റെ സുഹൃത്താണ്, ഒന്നും പറയാനില്ല. ഈ സമയത്ത് തൊട്ടപ്പുറത്തുള്ള മൃദുല ടെക്സ്റ്റൈൽസിലെ നാസർക്ക് അദ്ദേഹത്തിന്റെ പുറകിൽ കൂടെ പോകുന്നുണ്ട്. നാസർക്ക് കേൾക്കുന്നുണ്ട് എന്നോട് പറയുന്നത്. നാസർക്ക് അപ്പൊ അദ്ദേഹത്തിനോട് ഞാനല്ല മറുപടി പറഞ്ഞേ, നാസർക്ക് പറഞ്ഞ മറുപടി, നിങ്ങൾക്കത് പറയാം, അവൻ തന്ന തൈലമാണ് ഞാൻ ഇന്നിങ്ങനെ നടക്കുന്നത്, ഞാൻ എങ്ങനെയായിരുന്നു ഇരുന്നത് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ റിസൾട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ അങ്ങനെ ഉണ്ടോ, എന്നാ പിന്നെ ഒരു തൈലം എനിക്കും കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആ തൈലം കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ക്യാഷ് മേടിക്കാൻ നിൽക്കുക. അപ്പൊ എന്നോട് നീ എന്തിനാ നിൽക്കുന്നത്, ക്യാഷ് മേടിക്കാനാണോ? അത് ഞാൻ തേച്ച് നോക്കട്ടെ, മാറ്റമുണ്ടെങ്കിൽ ക്യാഷ് തരാന്ന് പറഞ്ഞു. അത് ഉപ്പാന്റെ സുഹൃത്താണ്, ഒന്നും മറുപടി ഒന്നും പറയാനൊന്നുമില്ല.
ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. പക്ഷെ എന്റെ ഉള്ളില് അതുവരെ ഞാൻ കൊടുത്തോണ്ടിരുന്നതെല്ലാം ഡീപ്പിക്കാണ്. എനിക്ക് കിട്ടുന്ന റേറ്റിന് മറ്റുള്ളവർക്ക് റിസൾട്ട് ഉണ്ടാവട്ടെ, ഇതിന് ലാഭം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പ്രതീക്ഷിച്ച് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്ത് ഇദ്ദേഹത്തിനോട് ഇതിന്റെ MRP മേടിക്കണം. കാരണം റിസൾട്ട് ഉണ്ടോ നോക്കിയിട്ട് തരാന്നാണല്ലോ പറഞ്ഞേ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി. കറക്റ്റ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അയാളുണ്ട് എന്നെ വിളിക്കുന്നത്, അയാൾ നിന്റെ തൈലത്തിന്റെ ക്യാഷ് വേണ്ടി വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഒരാഴ്ച ഉപയോഗിച്ചോ, റിസൾട്ട് ഒക്കെ വന്നിട്ട്. കാരണം അതുവരെ ഞാൻ DP കൊടുത്ത് എനിക്ക് അത് MRP കൊടുക്കാൻ തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഉപയോഗിച്ചോ, മാറ്റമൊക്കെ ഉണ്ടായിട്ട് എന്ത് ചെയ്താൽ മതി, ക്യാഷ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങിയതാണ്, നന്നായിട്ട് ഉറങ്ങാൻ. അപ്പൊ റംനീത്രയ്ക്ക് അന്നുണ്ട്, ഉറങ്ങാനുള്ളതൊന്നും ഞാൻ തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയത്, എനിക്ക് ആകാംക്ഷയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം രാവിലെ വന്ന് ഹോൾസെയിൽ മീൻ ചെയ്യുന്ന ആളും കൂടെയാണ്. അപ്പൊ രാവിലെ 4 മണി 5 മണി സമയത്ത് മീന് പെട്ടിയൊക്കെ വന്നു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് 5:30 മണിയാകുമ്പോൾ പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വലിച്ച് അട്ടിയിട്ട് വെച്ച് മൂടി കാക്കയും പൂച്ചയും നായൊന്നും വന്ന് എടുക്കാത്ത രീതിയിൽ മൂടി വെച്ചിട്ട് വേണം പോവാന്. അപ്പൊ ഈ പെട്ടിയൊക്കെ വലിച്ച് 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 ഇദ്ദേഹത്തിന്റെ വലത് കൈയിന്റെ ഷോളറിൽ നല്ല പെയിനാണ്. ഈ പെയിന് കാരണം പകല് കച്ചവടം ഒക്കെ ഉള്ള സമയത്ത് ഇതൊന്നും അറിയില്ല, അതൊക്കെ അങ്ങനെ പോകും. രാത്രി വീട്ടിൽ പോയി കിടന്നു കഴിഞ്ഞാല് കൈയിന്റെ വേദന അപ്പോഴാ പുള്ളി അറിയുക. ആ സമയത്ത് ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ ഒന്ന് തിരിഞ്ഞു പോയാൽ വേദന കാരണം ഉറക്കം പോകും. പിന്നെ എഴുന്നേറ്റ് കുറെ കിടന്നു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങുമ്പോഴേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ വീണ്ടും വേദന വരും. പക്ഷെ ഒരു 3-4 ദിവസം നമ്മൾ തൈലം ഉപയോഗിച്ചപ്പോഴേക്ക് അദ്ദേഹം രാത്രി കിടന്നിട്ട് രാവിലെയാണ് എഴുന്നേറ്റതെന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന് തൈലം ഉപയോഗിച്ചിട്ട്. ഇതാണ് പുള്ളി ഉറങ്ങാനുണ്ടായ കാരണം. അങ്ങനെ പുള്ളി ഇതൊക്കെ പറഞ്ഞ് ക്യാഷ് വന്നപ്പോൾ ഞാൻ MRP തന്നെ മേടിച്ചു. 140 രൂപ അന്ന് പ്രോഫിറ്റ് ഉണ്ട്. ആ 140 രൂപ എനിക്ക് രാവിലെ കടയിൽ പോയി കഴിയുമ്പോൾ ഒരു 100 രൂപയുടെ വീട്ടിലേക്കുള്ള മീൻ എന്തെങ്കിലും മേടിക്കണം, ഒരു 10-40 രൂപയുടെ പച്ചക്കറി മേടിക്കണം. ഈ സാധനം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാല് അവിടുന്ന് തന്നെ സെയില് ചാമ്പി തൈലത്തിന്റെ ഉണ്ട്. ഞാൻ പ്രത്യേകിച്ച് ആരോടും ചാമ്പി തൈലം വിൽക്കാൻ പോകാനോ ഇത് റിസൾട്ട് പറയാനൊന്നും നിൽക്കണ്ട. ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നേരെ പുറകില് ഇദ്ദേഹത്തിന്റെ കടത്തിന്റെ കോഴി വെട്ടുന്ന സജീർ ഉണ്ട്. സജീർ പറഞ്ഞു മുനീർക്ക് അങ്ങനെ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു തൈലം എനിക്കും തരിട്ടോ എന്ന് പറഞ്ഞു. ഉപ്പാന്റെ കൂട്ടുകാരന് MRP കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരന്റെ പണിക്കാരന് നമുക്ക് പിന്നെ വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? സജീറിന് MRP കൊടുത്ത് സജീർ ഇത് കൊണ്ടുപോയിട്ട് തൊട്ടടുത്തുള്ള അവരുടെ വല്യമ്മക്ക് കൊടുത്ത് വല്യമ്മ എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു വല്യമ്മക്ക് കാലുവേദനയ്ക്ക് കൊടുത്ത് ആ വല്യമ്മക്ക് റിസൾട്ട്. സജീർ പിന്നെ എന്നിട്ട് വല്യമ്മക്ക് ഒരു തൈലം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തു, അതും MRPക്ക്. പിന്നെ പറഞ്ഞ അയൽവാസി ഉമ്മാമാക്ക് ഒരു തൈലം വേണമെന്ന് നിങ്ങൾ കൊണ്ടുതരുമോ വെച്ച്. നമുക്കെന്താ പിറ്റേ ദിവസം പോകുമ്പോഴും തൈലം കൊടുത്ത്. പിന്നെ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് പറയും നമ്മുടെ തൈലത്തിന്റെ ആള് വന്നിട്ടുണ്ടോ, മീൻ മേടിക്കുന്നതിന് മുമ്പ് മീൻ മേടിക്കാനുള്ള ക്യാഷ് തരാൻ അവിടെ ആള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഈ രീതിയിൽ റീറ്റെയിൽ നടന്നത്. ആ റീറ്റെയിൽ ഇന്നും നടക്കുന്നുണ്ട്. ഇന്നും ഞാൻ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനിതിന് സമയത്ത് തുടക്ക സമയത്ത് തന്നെ ഞാൻ ബിസിനസ്സായിട്ട് തായ്ലൻഡൊക്കെ വിൻ ചെയ്യാൻ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇത് ലീഗലായി ചെയ്യാൻ പറ്റുന്നതാണെന്ന് അറിയാൻ വേണ്ടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി എന്റെ പള്ളിയിൽ ഉസ്താദിനെ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അങ്ങനെ ഉസ്താദ് ലാസ്റ്റ് സംസാരിച്ച് ഇത് ചെയ്യാം, ഇത് കുഴപ്പമില്ല, ഇതിനകത്ത് ആളെ ചേർക്കുള്ള പറ്റിക്കലൊന്നും അല്ലല്ലോ, കച്ചവടം തന്നെയല്ലേ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ഉസ്താദ് ഒരു ഫോം ഫില്ല് ചെയ്യുന്നാല് നിങ്ങൾക്ക് വില കുറച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റൂല. അങ്ങനെ ഉസ്താദിനെ കൂടി ഒരു ഫോം അന്ന് ഫില്ല് ചെയ്യിച്ചിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പേസ്റ്റ് കൊടുക്കാതെ എന്നെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ ഉസ്താദ് ചെന്ന് പേസ്റ്റ് ഇത്രയും കടകളില്ല ടൗണില്, അവന് പേസ്റ്റ് മേടിച്ചു നിന്നെന്തിനാ വഴക്ക് പറയുന്നത് വെച്ചപ്പോ അവൻ പറഞ്ഞ് അവന്റെ വീട്ടില് പല്ലുവേദന ഉള്ളത് ഈ ഒരു പേസ്റ്റ് കിട്ടിയതിന് ശേഷമാണ് കുട്ടികൾ മതിയാക്കി മദ്രസ് പോകാനൊക്കെ തുടങ്ങിയത്. അതുവരെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലുവേദനയാണ്, ഈ പേസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെ റിസൾട്ട് ഉണ്ട് തരാം. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത് എന്റെ വീട്ടിൽ ഇപ്പൊ പല്ലുവേദന ഇല്ല കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരുന്ന അന്ന് അവിടെ ചുറ്റുവശത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ആള് അന്ന് മുതൽ ഇന്ന് വരെ ബിസിനസ്സിലേക്ക് വരാത്ത ആളുകൾ ഉണ്ടെങ്കിലും അവർ പേസ്റ്റ് മേടിക്കുന്നുണ്ട്, അവർക്ക് MRP കൊടുക്കുന്നുണ്ട്. ബിസിനസ് ഐഡിയ അടിച്ച് വന്ന ആൾക്ക് റീറ്റെയിൽ ആയിട്ട് അത് DP റേറ്റിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ റീറ്റെയിലായിട്ട് ഞാൻ എവിടെയും പോകുന്നതല്ല, നമ്മുടെ പ്രൊഡക്റ്റ് അറിഞ്ഞുകൊണ്ട് വരുന്നതാണ്. ഇപ്പൊ ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്റർ അപ്പുറത്ത് അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബ്ലഡ് പ്യൂരിഫയർ ചോദിച്ചുകൊണ്ട് മുട്ടിൽ എന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു ബിസിനസ്സാണ്, വല്ല ചായപ്പൊടി പഞ്ചസാര കൊടുക്കുന്ന കമ്പനിയിലാണ് വന്നതെന്നുണ്ടെങ്കിൽ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാള് എന്റെ വീട്ടിൽ വന്നിട്ട് ബ്ലഡ് പ്യൂരിഫയർ ചോദിക്കൂലല്ലോ. നമ്മുടെ പ്രൊഡക്റ്റ് അത്ര മൂല്യമുള്ളതായത് കൊണ്ട് തന്നെയല്ലേ അത് വരുന്നത്. അങ്ങനെ വന്ന് കൊടുത്തിട്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞ ആളുകളെ, ഈ ബിസിനസ് പറഞ്ഞ ആളുകള് എന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ പ്രൊഡക്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. കാരണം ബിസിനസ് ആരോ പറഞ്ഞു കൊടുത്തു. അവരിതൊക്കെ പറയുന്ന സമയത്ത് തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്ത മുനീറിനെ കാണിച്ചപ്പോഴേ അദ്ദേഹം അതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു, വീട്ടിൽ ചോദിച്ചു നീ തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്തു, നീ ഒരു കമ്പനി ചെയ്യുന്നുണ്ടോ? ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, നല്ല കമ്പനിയാണ്, അവർ പറഞ്ഞിട്ടുണ്ട്, അവരെ കൂടെ നിന്നോട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അവരെന്നോട് പറഞ്ഞു നിന്നേക്ക് കാണിച്ചു തന്നല്ലാതെ എന്നെ ഫോമൊന്നും ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തില്ല. പക്ഷെ ഞാൻ അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നീ തായ്ലൻഡ് ട്രിപ്പൊക്കെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ അവരെ കൂടെ ചെയ്യണം, ഞാൻ നിന്റെ കൂടെ അല്ലേ ചെയ്യണ്ടേ.
ഇവിടെ നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജോയിനിങ്ങും ഇതേപോലെ എന്ത് ചെയ്യും, നമ്മുടെ കൂടെ വരും. പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ട്, പ്രൊഡക്റ്റിന്റെ ആവശ്യക്കാർ വരും. അത് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ വരും. നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മളെ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് നമ്മളെക്കാൾ കരുത്തരായിട്ടുള്ള ആളുകൾ നമ്മളെ കൂടെ ഐഡിയ എടുക്കാൻ ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഇങ്ങനെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എന്റെ കഴിവുകൊണ്ടാണോ? പ്രൊഡക്റ്റിന്റെ കഴിവുകൊണ്ടാണ്? എന്റെ ലീഡേഴ്സിന്റെ കഴിവുകൊണ്ടാണ്? അപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വിജയിക്കുന്ന ഒരു പദ്ധതിയും ഭൂമിയിൽ ഉണ്ടാവില്ല. എന്നാൽ എല്ലാവരും പരാജയപ്പെടുന്ന ഒരു പദ്ധതിയും ഭൂമിയിൽ ഇല്ല. പക്ഷെ ഇവിടെ ഏതൊരാൾക്കും വിജയിക്കാൻ കഴിയുന്ന, ഏതൊരു സാധാരണക്കാരനും അസാധാരണമായി വളരാൻ കഴിയുന്ന ഒരു വലിയൊരു അവസരം എന്തുണ്ട്? മൈലസ്റ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കമ്പനി നമ്മൾ ഏറ്റെടുത്തിട്ട് ആ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുടെ അകത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് വന്നു കഴിയുമ്പോഴേ എന്നോട് എന്റെ ലീഡർ പറഞ്ഞത്, ഞാൻ തായ്ലൻഡ് ട്രിപ്പ് എത്രയും വേഗം വിൻ ചെയ്യാൻ പറ്റും. കാരണം 1.5 മാസം കൊണ്ട് ഒരു തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ, ഒരു TC ആവാനുള്ള ബിസിനസ് കിട്ടുക എന്ന് പറയുമ്പോൾ, ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടെ ഇരിക്കുന്ന പലരെയും കാണുമ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ് പെട്ടെന്ന് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് സാധിച്ചത്? എനിക്ക് സാധിച്ച കാര്യങ്ങൾ നിങ്ങളും അതുപോലെ ചെയ്ത 100%, 100% ഉറപ്പാണ് നിങ്ങൾക്കും വലിയ നേട്ടങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. എന്നോട് എന്റെ ലീഡേഴ്സ് വന്ന് പറഞ്ഞത്, സാർ നിങ്ങൾ നല്ലൊരു ലിസ്റ്റ് തയ്യാറാക്കി, നമുക്ക് ആരൊക്കെ കാണണം എന്നുള്ളത് ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റിന്റെ പ്രത്യേകത, ആ ലിസ്റ്റ് ഇടാൻ പറഞ്ഞ ആ ലിസ്റ്റാണ് എന്താക്കുന്നത്, എനിക്ക് നല്ല രീതിയിൽ ആ തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാക്കുന്നത് ഈ ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എന്റെ ലീഡേഴ്സ് വിളിച്ചപ്പോൾ അവിടെ കൃത്യമായിട്ട് ഞാൻ അത് പോയി ഇരുന്ന് അവരുടെ കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുടെ ടൈം കൃത്യമായിട്ട് മേടിച്ച് എന്റെ ലീഡേഴ്സിന്റെ ടൈം ക്രമീകരിച്ചുകൊണ്ട് ഞാൻ ഓടിയപ്പോഴാണ് ഈ ഒരു അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ ലിസ്റ്റ് ഞാൻ ഇട്ടപ്പോഴ് അതോടൊപ്പം തന്നെ നാസർ സാറും ദിലീപ് സാറും കൃത്യമായിട്ട് ലിസ്റ്റ് ഇടുന്നുണ്ട്. എനിക്ക് എന്താണോ എന്റെ ലീഡേഴ്സ് തന്നത് അത് മുഴുവൻ എന്റെ കൂടെ വന്നവർക്ക് കൊടുക്കാനാണ് അന്നും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നാസർ സാർ ലിസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ, ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സാറേ വർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ സുബിസാർ അവിടുന്ന് പറഞ്ഞേക്കും. സുബിസാർ വന്ന് വർക്ക് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും വിളിക്കും സന്തോഷ് സാറിനെ, സാറേ ഇവിടെ ദിലീപ് സാർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സാറേ, ദിലീപ് സാറിന് കുറച്ച് ആളുകൾ അപ്പോയിന്റ്മെന്റ് ടൈം മേടിച്ചിട്ടുണ്ട്, ഇന്ന ടൈമിൽ എത്തണം സാറേ, എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നേരെ ഷിനോദ് സാറിനെ പറഞ്ഞയച്ചിരുന്നു. ഷിനോദ് സാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ വിളി പോകുന്നു, സാറേ ഇനി എന്താ സാർ രണ്ടുപേരും വന്നില്ല, വർക്ക് നടക്കുന്നില്ലേ? അല്ല സാർ ഞാൻ കുറച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ആളുകളുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരെ കാണും. അയ്യോ ഇങ്ങനെയാണ്, എന്താ ചെയ്യുക സാറേ, ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടുണ്ട്, രണ്ടുപേരും അങ്ങോട്ടല്ലേ വന്നേ. പക്ഷെ തായ്ലൻഡ് വിൻ ചെയ്യാമെന്നും അതിനുവേണ്ടി പണിയെടുക്കാമെന്നും പറഞ്ഞതു ഒരുപാട് പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്തത് ടീമിൽ ഞാൻ ആയതുകൊണ്ട് സന്തോഷ് സാറിന്റെ വർക്ക് മാറ്റി വെച്ചുകൊണ്ട്, സാർ ഒരു 10 മിനിറ്റ് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള വർക്ക് മാറ്റി വെച്ചുകൊണ്ട് സന്തോഷ് സാറിന്റെ വർക്കും എനിക്ക് തന്ന് ഇങ്ങനെ 3 ലീഡേഴ്സിന് അവർ പറഞ്ഞ രീതിയിൽ ലിസ്റ്റ് ഇട്ട് എന്റെ കൂടെ ഓർഗനൈസേഷൻ 1-ലും 2-ലും വന്നവരും ലിസ്റ്റ് ഇടിച്ചിട്ട് ഈ 3 ലീഡേഴ്സ് കൃത്യമായിട്ട് എന്റെ ടീമിൽ ഓടിയതാണ് എന്റെ വിജയം. ആ ഒരു തായ്ലൻഡ് ട്രിപ്പ് വിൻ ചെയ്യാൻ പറ്റിയത് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ബിസിനസ്സിനകത്ത് വിജയിക്കണമെന്ന് തീരുമാനിച്ചു വരുന്ന ആളുകൾ എല്ലാവരും ഇത്തരത്തിൽ ലിസ്റ്റ് ഇട്ട് കൂടെ വന്നവർക്ക് ലിസ്റ്റ് ഇട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ശക്തമായി പിടിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് ഒരാൾക്ക് അല്ലെങ്കിൽ 2 ആള് എന്നുള്ളതിന് പകരം അവിടെ 4, 5, 6 ആള് നമ്മൾ ഇതേ സിസ്റ്റത്തിലേക്ക് ഇതേ നമ്മൾ ലിസ്റ്റ് ഇട്ട് അതേപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവിടെ ലീഡേഴ്സിനെ കൂട്ടി വർക്ക് എടുക്കുന്നത് ആളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ, ഒരാള് 10,000 രൂപന്റെ സെയിൽ കൊണ്ടിരുന്നു, 10 പേര് അതേ കൊണ്ടിരുന്നു, 10 പേർക്കും ഒരേ സമയമാണ്. പക്ഷെ നമുക്ക് അവിടെ വരുന്നത് 1 ലക്ഷത്തിൻ്റെതാണ്. അങ്ങനെ ഒരു 5, 6 ആളുകൾ അല്ലെങ്കിൽ 10 പേര് ഇങ്ങനെ 10 ദിവസം പോകുമ്പോൾ നമുക്ക് 10 ലക്ഷത്തിന് സെയിൽ വരുന്നുണ്ട്. റാങ്ക് പിടിക്കാൻ കൂടുതൽ ടൈം വേണ്ട, സെയിൽ കൊണ്ടുപോകാൻ വലിയ ടൈം വേണ്ട. ഇവിടെ സിസ്റ്റം എന്താണ്, സിസ്റ്റം എന്താണെന്ന് ലീഡേഴ്സ് പറയുന്നത് ഇതനുസരിച്ച് പ്രവർത്തിച്ച് 100% ഉറപ്പാണ് നമുക്ക് ആ നേട്ടത്തിലേക്ക് എത്താൻ പറ്റും. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഒരൊറ്റ ലക്ഷ്യത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചുള്ള പ്രോഗ്രാമുകളാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ കഴിയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ആ ഒരു വർക്ക് തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ പെർഫോമൻസ്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, നമ്മുടെ ഡ്രസ് കോഡ്, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ആ ലോറിയിൽ പോയിരുന്ന സമയത്ത് ഇട്ടിരുന്ന ബനിയനും ഷേവ് ചെയ്യാതെ കാവി മുണ്ടും ലുങ്കി മുണ്ടും എടുത്തുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരാളെടുത്ത് എന്നെ സന്തോഷ് സാർ വന്നിരിക്കുമ്പോ അവിടെ ഒരു പ്രാധാന്യം കിട്ടൂല.
പക്ഷെ ഞാൻ എന്റെ അയൽവാസിന്റെ അടുത്താണെങ്കിലും എന്റെ തൊട്ടടുത്താണ് എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണെങ്കിലും ഞാൻ ലീഡേഴ്സ് പറയുന്ന രീതിയിൽ നല്ല പാന്റ് ഇട്ട് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് ഇന്നൊക്കെ അടിച്ച് അവിടെ ചെന്നിരിക്കുമ്പോൾ അവർക്കും നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തിയുടെ കൂടെ നമ്മൾ ചെല്ലുന്ന രീതി അവർക്ക് ആ ലീഡേഴ്സിനെ കുറിച്ച് മതിപ്പുണ്ടാക്കാനും നമ്മൾ കൊണ്ടു ചെല്ലുന്ന ഓപ്പർച്യൂണിറ്റി മതിപ്പുണ്ടാക്കാനും ഒരു കാരണമാണ്. ഇങ്ങനെ കൃത്യമായിട്ട് നല്ല ഡ്രസ് കോഡ് കൂടെ നല്ലൊരു ബാഗോട് കൂടെ നല്ല ഫയലോട് കൂടെ ഞാൻ ചെന്ന് ഇരിക്കുമ്പോൾ അവരും എന്നൊന്ന് കൗതുകത്തിലിരിക്കും, ഒന്ന് ചെയർ വലിച്ചിട്ടുണ്ട് ലീഡറെ കേൾക്കാൻ അവർ തയ്യാറാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഡ്രസ് കോഡ് എല്ലാം ക്ലിയർ ആക്കലും നമ്മുടെ പെർഫോമൻസും ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ ഇത് തുടക്ക സമയത്ത് തന്നെ അവസാനത്തിൽ ആരംഭിക്കലല്ല, തുടക്കത്തിലേ തുടങ്ങണം. ഈ തുടക്കത്തിലേ തുടങ്ങിയാലാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആ ലോറി മേഖല ഞാൻ പണിയെടുക്കുന്ന സമയത്ത് അവിടെ എന്റെ ലോറിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂലി കൊടുക്കുക എന്നല്ലാതെ എത്ര ബാലൻസ് ഉണ്ടെങ്കിലും എന്റെ ഇഞ്ചി കൃഷിയിൽ ഞാൻ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവിടെ കൂലി കൊടുക്കുക എന്നല്ലാതെ എത്ര ബാലൻസ് ഉണ്ടെങ്കിലും ലാഭമായാലും നഷ്ടമായാലും അത് അനുഭവിക്കുന്ന ഞാനായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൂടെ നിൽക്കുന്നവര് അവരാരും എന്റെ തൊഴിലാളികളല്ല. അവർക്കാർക്കും ഞാൻ തൊഴിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എന്റെ കൂലിക്കാരോ അല്ലെങ്കിൽ അവരൊരു കൂലിക്കാരോ അല്ല. അവർക്കും എനിക്ക് കിട്ടിയ അതേ വരുമാനം ഒരുപക്ഷെ അവർ ആത്മാർത്ഥമായി എന്നെക്കായും ആവേശത്തിലെടുത്താൽ എന്നെക്കായും മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരവസരമാണ്. ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. തനിച്ച് ജീവിക്കുന്നതിന്റെ പാതി ശ്രമവും പാതി പ്രവർത്തനവും മതി ഒരുമിച്ച് ജീവിക്കാൻ. തനിച്ച് ജീവിക്കാതിരിക്കുക, നമ്മൾ കൂട്ടമായിട്ട് ആലോചിക്കുക. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ലീഡേഴ്സിന് കൂടി ആലോചിച്ച് ചെയ്യുക. ഇങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തനിച്ച് ജീവിക്കുന്നതിന്റെ പാതി ശ്രമം മതി, പാതി സമയം മതി നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് ഉണ്ടാക്കാൻ. അപ്പൊ ഈ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാറോ വീടോ അതല്ലെങ്കിൽ ഒരു ബംഗ്ലാവോ ഒന്നും ആഗ്രഹിക്കൂല. ജീവിച്ചു പോകുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കുള്ളൂ. ഞാൻ ലോറി കൊണ്ടു നടക്കുമ്പോൾ ലോറി എണ്ണം കൂട്ടാനും അതിന്റെ ലാഭവും വലിയ ഡ്രീം എനിക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ഇപ്പോ ഞങ്ങളുടെ ലീഡേഴ്സ് ഒരു 5000 രൂപയ്ക്ക് MM വർക്ക് എടുത്തുകൊണ്ടിരുന്ന എന്റെ ലീഡർ അന്ന് എന്നോട് ബിസിനസ് പറയാൻ വേണ്ടി വരുന്ന എന്നെ ഫോളോ അപ്പ് എടുക്കാനൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ക്രെറ്റ കാറിലാണ് വന്നിരുന്നത്. വെറും 5000 രൂപയ്ക്ക് ഒരു ഷോപ്പിൽ വർക്ക് എടുത്തു വന്ന വ്യക്തി അതായത് ക്രെറ്റ കാറ് 20 ലക്ഷം രൂപന്റെ മുകളിൽ വിലയുള്ള കാറിൽ വരുമ്പോൾ അത് നമ്മൾ അത്ഭുതപ്പെടുത്തില്ലേ? എന്നാൽ ഇന്ന് അതേ ലീഡർ 1 കോടിക്ക് മുകളിൽ വില വരുന്ന ബെൻസ് കാറും അതേപോലെ തന്നെ 40 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റയിലും ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് 10,000 സ്ക്വയർ ഫീറ്റ് മുകളിൽ വരുന്ന വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 5 കോടിക്ക് മുകളിൽ 5000 രൂപയ്ക്ക് ഒരു ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തി 5 കോടിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റിയ കമ്പനിയുടെ പേരാണ് മൈലെസ്റ്റൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 5000 രൂപയ്ക്ക് ഒരു ഷോപ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാലോ. ആ നിൽക്കുന്ന വ്യക്തി ഈ ലെവലിലേക്ക് മാറി നമ്മൾ കണ്ടിട്ട് 100% നമുക്ക് ഉറപ്പാണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, അദ്ദേഹം അതിലേക്ക് വന്ന് അതിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ ആവാൻ മുനീറിനും കഴിയും. മുനീറിനും 24 മണിക്കൂർ നിന്ന് മുനീറിനും ബുദ്ധിയും ശക്തിയും തന്നിട്ടുണ്ട്. മുനീറിന്റെ ശരീരം ബ്ലഡ് ഓടുന്നുണ്ട്. ഷാജി സാറിൻ്റെതായാലും പ്രസാദ് സാറിനായാലും അങ്ങനെയെല്ലാം അവരൊക്കെ ചെയ്യുന്നത് അവർക്കും ഇതേ 24 മണിക്കൂറാണെങ്കിൽ അവരെങ്ങനെ അതിനെ വർദ്ധിപ്പിച്ചോ, അവരെങ്ങനെ അച്ചീവ്മെന്റ് ഉണ്ടാക്കി, ആ അച്ചീവ്മെന്റ് കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിച്ചൂടെ? നമുക്കും അവിടെ എത്താം. മറ്റൊരു കാര്യം, ഇവിടെ ഒരുപാട് കോടീശ്വരന്മാരുണ്ടാകാം നമ്മുടെ നാട്ടിൽ പല മേഖലയിലും. പക്ഷേ ഇവരൊക്കെ അവരെങ്ങനെ കോടികൾ ഉണ്ടാക്കി അതിലേക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇവിടെ കോടികൾ ഉണ്ടാക്കിയ കോടീശ്വരന്മാര് മക്കളെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്, നിങ്ങൾ വാ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരാമെന്ന് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് മൈലേഴ്സിന്റെ സിസ്റ്റം അല്ലാതെ മറ്റേതെങ്കിലും മേഖലയിൽ കാണാൻ സാധിക്കുമോ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റവും ഇങ്ങനെ നമ്മൾക്ക് വലിയ അവരെ കണ്ട് നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ കമ്പനി സിസ്റ്റം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ അത്യാവശ്യം മൂല്യമുള്ള ആളുകളായിട്ട് നമുക്ക് മാറണം, അത്യാവശ്യം ക്യാഷ് ഉള്ള ആളായിട്ട് മാറണം, അംഗീകാരങ്ങൾ കിട്ടണം, സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂല്യമുള്ളതിന്റെ കൂടെ ചേർന്ന് നിന്നാൽ നമ്മളും മൂല്യമുള്ളവരായിട്ട് മാറും. പണ്ട് പറയാറില്ലേ, ചാരിയാൽ ചാരിയത് മടക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ ചാരേണ്ടത് ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ശക്തമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ലീഡേഴ്സിനെ പിന്തുടരുക, അവരെ അംഗീകരിക്കുക, അവരുടെ കൂടെ നിൽക്കുക. അങ്ങനെ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ മറ്റൊന്നും നോക്കാനില്ല. ഞാൻ പറയുന്നത് നമ്മൾ പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്.
കാരണം ഇവിടെ എല്ലാവരും ഒരുപോലെ വിജയിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് നമ്മൾ ലിസ്റ്റ് ഇട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ പെർഫോമൻസ് നമ്മൾ മാക്സിമം ബെറ്റർ ആക്കി ആ ലീഡേഴ്സ് പറയുന്നതനുസരിച്ച് നല്ല ഡ്രസ് കോഡിലൂടെ അവരെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ കൂടെ ഒരു ടീം വരുമ്പോൾ ആ ടീമിനെയും ഇതേ രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ, അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ, അവരുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ പോകണേ നമ്മൾ സഹായിച്ചാൽ, അതിലും വലിയ സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന വലിയ സ്വപ്നങ്ങളുള്ള ഒരാളായിട്ട് നമ്മൾ മാറ്റാൻ കഴിയും. ഇങ്ങനെ മാറ്റാൻ കഴിയുമ്പോൾ മൂല്യമുള്ള പ്രൊഡക്റ്റും മൂല്യമുള്ള കമ്പനിയും മൂല്യമുള്ള ലീഡേഴ്സും അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് മൂല്യമുള്ള വ്യക്തികളായിട്ട് മാറാൻ സാധിക്കും. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയുന്നു, മറ്റ് മേഖലയിലെല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കായിരിക്കും. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ കാണുന്നത്, ഞാനൊരു ദൈവവിശ്വാസിയായത് പഠിച്ചോട് വിശ്വസിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. കാരണം നമ്മൾ കൊടുക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ, എന്റെ ഉമ്മയ്ക്ക് ആസ്മയ്ക്ക് ആശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ആശ്വാസം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമാണ് കിട്ടുന്നത്. നമ്മൾ കൊടുക്കുന്നത് അവർക്ക് സൈഡ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഇന്ന് മറ്റ് പല കെമിക്കൽ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്ത ആ വസ്തുക്കൾ മനുഷ്യന് ഭക്ഷിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഹലാലും തൊയ്യബിലും പെടൂല. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സമ്പത്താവില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് ഇവിടെ 100% സൈഡ് എഫക്ട് ഇല്ല എന്ന് ആയുഷ് മിനിസ്ട്രി ഉറപ്പ് തരുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസമുണ്ടെന്ന് ബോധ്യപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഈ ലോകം പരലോകം കിട്ടാൻ സാധിക്കുന്ന കാര്യമാണ്. പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനും അവരുടെ കുടുംബത്തിന് ആവശ്യമായ അവരുടെ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസമോ എന്ത് കാര്യത്തിനും പറ്റുന്ന രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഒരു പുണ്യപ്രവൃത്തി മറ്റൊന്നുമില്ല. നമ്മൾക്ക് ഈ ലോകത്തിൽ നിന്ന് വിജയിക്കാൻ നമുക്ക് അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പണം ഈ കമ്പനി തരും. ഇതിന്റെ ഈ നല്ല പ്രവൃത്തി കാരണം നാളെ നമ്മൾ മരിച്ചു ചെന്നാലും നമുക്ക് അതിന്റെ ഗുണം ലഭിക്കും. നമ്മൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പോലും ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ കാരണം ആശ്വാസം അനുഭവിക്കുന്ന, വരുമാനം മേടിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൽ പരം ഒരു സുഹൃതം കിട്ടാൻ പറ്റിയ മറ്റൊരു മേഖലയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് ഒത്തിരി ആളുകൾക്ക് റിസൾട്ട്, പ്രൊഡക്റ്റ് കൊടുത്ത റിസൾട്ട് അവരത് കാണുമ്പോൾ നമ്മളുള്ള സ്നേഹത്തോട് നോട്ടം, മോനെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ വാക്കുകള് ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും മാത്രമുള്ളത്. പണം വരും. പശുവിനെ നമ്മൾ പോറ്റുന്നത് പാല് കിട്ടാനാണ്. പക്ഷെ ചാണകവും അതിനേക്കാൾ മൂല്യമുള്ള കുട്ടിയും വേറെ വരുന്നുണ്ട്. 1,00,000 രൂപ വിലയുള്ളതാണെങ്കിൽ 1,00,000 രൂപ വിലയ്ക്ക് ഒരു പശുക്കുട്ടി അവിടെ വളരുന്നുണ്ട്. ഏറ്റവും മൂല്യമുള്ള ചാണകം നല്ല വിലയുള്ള അത് വേറെ കിട്ടുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ആ ചാണകമേ ഉള്ളൂ. ആ പാലും ആ പശുക്കുട്ടിയും ഒക്കെ വരുന്നത് ഈ ബിസിനസിന് മാത്രമാണ്. ഇതിന്റെ ടീം വരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ നമുക്ക് നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാത്ത എത്ര അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ഒരു മഹത്തായ അവസരം കൃത്യമായിട്ട് ലീഡേഴ്സ് എന്താണോ പറയുന്നത് ആ രീതിയിൽ ഏറ്റെടുക്കുക. കാരണം ഞാനൊന്നും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടോ വന്നതല്ല. പക്ഷേ 24 മണിക്കൂർ 24 hours ലോറിയിൽ പണിയെടുത്തിരുന്നു ഞാൻ. ഇന്ന് ആ രീതി പണിയെടുക്കുന്നില്ല. അന്ന് അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് പള്ളിയിൽ കയറി നിസ്കരിക്കാനൊന്നും, കാരണം കന്നുകാലി കൊണ്ടുവരുന്ന സമയത്ത് ആ ലോഡൊക്കെ കയറ്റുന്ന സമയത്ത് നമുക്ക് ഒരു എരുമ മൂത്രം വെച്ച് വാലിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പള്ളിയിൽ കയറാനോ ഹോട്ടലിൽ നിസ്കരിക്കാനോ ഒന്നും കഴിയാത്ത സിറ്റുവേഷനാ. ഇന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കല്യാണം വരുന്ന വർക്കിന്റെ ഇടയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരം എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു രീതിയിൽ ഓരോരുത്തരും ഏറ്റെടുക്കുക, ശക്തമായിട്ട് നമ്മൾ വിജയിക്കുക. നമ്മൾ വിജയിക്കുന്നതിലുപരി നമ്മളെ കൂടെ കൈ പിടിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ആദ്യം അവരുടെ ആരോഗ്യ പ്രശ്നം, ഏറ്റവും മൂല്യമുള്ളത് നമ്മുടെ ആരോഗ്യമാണ്. അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കൊടുക്കുക. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ വരുമാനം കുറച്ച് കിട്ടുമ്പോഴാണ് അവരുടെ വലിയ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അങ്ങനെ അവർ സ്വപ്നങ്ങളിലേക്ക് കടക്കുമ്പോൾ, അങ്ങനെ ഒത്തിരി പേരെ സ്വപ്നങ്ങളിലേക്ക് കടത്തി ഒത്തിരി പേർക്ക് ആശ്വാസം കൊടുക്കുമ്പോൾ നമ്മൾക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഇത്രയും ആളുകളുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ ക്ഷണിച്ച നമ്മളെ ചേരൂർ അബ്ദുറഹ്മാൻ സാറിന്, നാഷണൽ ടീം കോർഡിനേറ്റർ, വളരെ 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 കൃത്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിന് ലിങ്ക് കിട്ടുമ്പോൾ എനിക്ക് ഇത് നാളെ മുതൽ കേൾക്കാലോ എന്നുള്ള ആ ഒരു സന്തോഷവും കൂടെ ഉണ്ട്. അതിനും ഞാൻ ചേരൂർ അബ്ദുറഹ്മാൻ സാറിന് നന്ദി പറയുന്നു. അതുപോലെ എനിക്കറിയാം ഇതിന് ഉമ്മർ സാറാണ് ഇന്ന് പ്രാർത്ഥന വെച്ചത്. കാരണം ഉമ്മർ സാറിന്റെ ടീമിലേക്കൊന്നും ഒന്നും പറയാൻ പറ്റിയ ഒരാളൊന്നല്ല ഞാൻ. കാരണം അത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, അത്രയും ടീമിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഉമ്മർ സാറിന്റെ ടീം അംഗങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ അറിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ അത്
അതിലുപരി എനിക്ക് നിങ്ങളൊന്ന് കാണാനും നിങ്ങളോട് സംസാരിക്കാനും കിട്ടിയ ഒരു അവസരമാണ്. എന്തെങ്കിലും എന്റെ വാക്കുകളിലോ എന്റെ ഈ സംസാരത്തിൽ എന്റെ നേട്ടങ്ങളിലോ നിങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും എനിക്കും വലിയ നേട്ടമാണ്. എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ നമ്മളെല്ലാം ഒരു ഫാമിലി, ജാതി മതം ഒന്നുമില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് നമുക്കെല്ലാം ഒരുമിച്ച് വളരാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പഠിച്ചവൻ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ, നല്ല വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മത്സ്യം മാർക്കറ്റിംഗ്. താങ്ക് യു.